നമസ്കാരം. ഞാൻ ലക്ഷ്മി കാണൻ. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കേരളത്തിലെ എല്ലാ പ്രേക്ഷകർക്കും പരിചിതമായിട്ടുള്ള ഒരു മുഖമാണ് പ്രൊഫസർ MB നടേശൻ സാർ. അദ്ദേഹം അറിയപ്പെടുന്ന ഒരു പ്രഭാഷകനും സംസ്കൃത പണ്ഡിതനും കാലടി ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിലെ പ്രൊഫസറും അതിലുപരി പാഞ്ചജന്യം ഭാരതം എന്ന ആഗോള തലത്തിൽ പ്രവർത്തിക്കുന്ന ദേശീയ കലാ സാംസ്കാരിക സംഘടനയുടെ വൈസ് ചെയർമാനും കൂടിയാണ്. സ്വാഗതം പ്രൊഫസർ MB നടേശൻ സാർ. നമസ്തേ ലക്ഷ്മിജി, നമസ്കാരം. സാർ, ഇന്ന് ഞങ്ങൾക്ക് പ്രധാനമായിട്ട് അങ്ങയോട് ചോദിക്കാനുള്ളത്, പാഞ്ചജന്യം ഭാരതം എന്ന ഗ്ലോബൽ തലത്തിൽ അറിയപ്പെടുന്ന ദേശീയ കലാ സാംസ്കാരിക സംഘടനയുടെ ചെയർമാൻ കൂടിയായിട്ടുള്ള അങ്ങ് ഇത്തവണ നമ്മുടെ സംഘടന ജനൻ TVയുമായിട്ട് സഹകരിച്ചുകൊണ്ട് വ്യത്യസ്തമായ തലത്തിൽ ശ്രീരാമസാഗരം ഗ്ലോബൽ ഫെസ്റ്റിവൽ കർക്കിടക മാസത്തിൽ പ്രേക്ഷകർക്കായിട്ട് നമ്മൾ അണിനിരത്തുകയാണ്. അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? എന്തുകൊണ്ടാണ് ഈ കർക്കിടക മാസത്തിൽ പ്രൈം ടൈമിൽ 6:30 മണി മുതൽ എല്ലാ മലയാളികളും, രാമായണത്തെ സ്നേഹിക്കുന്ന ജാതി മത ഭേദമന്യേയുള്ള എല്ലാ വ്യക്തികളും ജനൻ TVക്ക് മുന്നിൽ എത്തേണ്ടത്? അതൊന്ന് വിശദീകരിക്കാമോ? തീർച്ചയായിട്ടും. കർക്കിടക മാസം എന്നത് രാമായണ മാസമായി ആചരിക്കാൻ തുടങ്ങിയിട്ട് ഏറെ വർഷങ്ങളായി. നമുക്കറിയാവുന്നതാണ്. ഈ പാഞ്ചജന്യ ഭാരതം 2000-ലാണ് രൂപമെടുക്കുന്നത്. പ്രശസ്ത സിനിമാ സംവിധായകനായ ഹരിഹരൻ സാറ്, കൈതപ്പുറം സാറ്, ഓമനക്കുട്ടി ടീച്ചർ, ഇങ്ങനെയുള്ള പ്രതിഭാശാലികളുടെ നേതൃത്വത്തിലാണ് ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത്. ആ കാലം മുതൽ ഗുരുക്കന്മാരുടെ ഉപദേശങ്ങളെ ഇമ്പോർട്ടൻസ് ആയിട്ട് എടുത്ത് ഗുരുസാഗരം എന്ന് പറയുന്ന ഒരു പരിപാടി വലിയ ജനപങ്കാളിത്തത്തോട് നടത്തിയിട്ടുള്ളതാണ്. അതിലേറെ പ്രാധാന്യത്തോടുകൂടി നടത്തുന്ന ഒന്നാണ് ശ്രീരാമ സാഗരം എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടി. അതായത് ഒരു ദിവസമല്ല, 31 ദിവസവും വൃദ്ധന്മാര് മാത്രമല്ല, ഏറ്റവും ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ കലയും സാഹിത്യവും സംഗീതവും പ്രഭാഷണവും പാരായണവും തുടങ്ങി രാമായണം എന്ന ഇതിഹാസ കാവ്യം മനുഷ്യ ജീവിതത്തെ എവിടെയെല്ലാം സ്വാധീനിച്ചിട്ടുണ്ട്, ആ സ്വാധീന മേഖലകളെല്ലാം ഉള്ള ജനവിഭാഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ പരിപാടി നടത്തുന്നത്. ഇപ്പൊ ഈ വർഷം നടത്തുന്ന പരിപാടിയുടെ ഒരു പ്രത്യേകത ജനൻ TVയുമായി സഹകരിച്ചാണ്. നമുക്കറിയാം, ജനൻ TV എന്നത് രാമായണ സംസ്കാരത്തെ പ്രചരിപ്പിക്കുക അല്ലെങ്കിൽ ആ സന്ദേശം ജനങ്ങളിൽ എത്തിക്കുന്നതിന് ഏറെ മുന്നിൽ നിൽക്കുന്ന ഒരു മാധ്യമമാണ് എന്ന കാര്യം നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ ജനൻ TVയുമായി നടത്തുന്ന ഈ പരിപാടിയിൽ നിങ്ങൾ തീർച്ചയായിട്ടും എല്ലാ വിഭാഗം ജനങ്ങളും ഇത് കാണണം. എന്തുകൊണ്ട് എന്നാൽ, നമ്മളെല്ലാവരും പറയാറുണ്ട്, വാൽമീകി മഹർഷിയെ കുറിച്ച് പറയാറുണ്ട്. ഈ വാൽമീകി മഹർഷിയുടെ ഇന്നത്തെ തലമുറ, അവർക്ക് ഇന്നും ആചാര്യന്മാരുണ്ട്. അവരാരാണ് എന്ന് ഈ രാമായണം വായിക്കുന്നവർക്കോ കേൾക്കുന്നവർക്കോ അറിയില്ല. പക്ഷേ പാഞ്ചജന്യ ഭാരതം തുടങ്ങിയ കാലം മുതൽ അതിന്റെ എല്ലാ ചടങ്ങുകളും തുടങ്ങുന്നത് ഡൽഹിയിലെ വാൽമീകി മന്ദിറിൽ നിന്നാണ്. അവരുടെ അനുഗ്രഹത്തോടും ആശീർവാദത്തോടു കൂടിയാണ് ഈ പരിപാടിക്ക് തുടക്കം കുറിക്കുന്നത്. ആ നിലയിൽ ഇത് ഏറ്റവും പ്രധാനമാണ്. അതോടൊപ്പം തന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തെ ഇന്നും ജീവിച്ചിരിക്കുന്ന ആധ്യാത്മിക ആചാര്യന്മാരുണ്ട്. ആ ആചാര്യന്മാരെ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ്. അതുപോലെ തന്നെ പാരായണം നടത്തുന്നത് നമ്മുടെ ഓമനക്കുട്ടി ടീച്ചറാണ്. ചോദ്യം ചെയ്യാനാവാത്ത തരത്തിലുള്ള ആ കരുത്ത് ഈ രംഗത്ത് നേടിയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. ഇങ്ങനെയുള്ള മഹത്തുക്കളാണ് ഇതിലെ ഓരോ രംഗത്തും അണിനിരക്കുന്നത്. അതുപോലെ തന്നെ തിരുവിതാംകൂർ കൊട്ടാരത്തിലെ അമ്മ മഹാറാണിയാണ് ഇതിന്റെ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ഏത് നിലയിൽ നോക്കിയാലും എല്ലാ വിഭാഗം ജനങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഈ പരിപാടി എന്തുകൊണ്ട് വ്യത്യസ്തമാകുന്നു എന്ന ചോദ്യത്തിന് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. അതായത്, ഇപ്പൊ 1980-കളുടെ തുടക്കത്തിലാണ് രാമായണം മാസം എന്ന നിലയിൽ ആചരിക്കാൻ തുടങ്ങിയത്. ഇന്നതെല്ലാ ക്ഷേത്രങ്ങളിലും ആയിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും ഒരു ആചരണത്തിന്റെ ഭാഗമായി മാത്രം മാറുന്നുണ്ടോ എന്ന ഒരു സംശയമുണ്ട്.
തീർച്ചയായിട്ടും ആചരണത്തിന്റെ ഭാഗമായി ആയിരിക്കണം. പക്ഷേ ഇത് മാനവ ജീവിതവുമായി ഏറെ ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. മനുഷ്യ ജീവിതത്തിന്റെ, കുടുംബ ജീവിതത്തിന്റെ, സാഹോദര്യത്തിന്റെ, സൗഹൃദത്തിന്റെ ഇതെല്ലാം ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ സന്ദേശമാണ് വാസ്തവത്തിൽ ഈ രാമായണം എന്ന ഇതിഹാസത്തിൽ അടക്കം ചെയ്തിട്ടുള്ളത്. ഇന്ന് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലത്താണ് താമസിക്കുന്നത്. അതെല്ലാം ആവശ്യമാണ് നമുക്ക്. പക്ഷേ എന്ത് തന്നെ വന്നാലും മനുഷ്യന് നഷ്ടപ്പെടാൻ പാടില്ലാത്ത ഒന്ന് എന്താണ് എന്ന് ചോദിച്ചാൽ അത് മനുഷ്യത്വമാണ്. ആ മനുഷ്യത്വത്തിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ എല്ലാത്തിലും ദൈവികതയെ കണ്ടെത്തുന്ന ഒരു സമീപനമാണ്. ശ്രീരാമചന്ദ്രന്റെ നടന്ന വഴികളിലെല്ലാം മനുഷ്യരെ മാത്രമല്ല, മൃഗങ്ങളെയും പക്ഷികളെയും, എന്തിനേറെ പറയുന്നു, ഈ വൃക്ഷങ്ങളെയും പർവ്വതങ്ങളെയും നദികളെയും എല്ലാം ദൈവികതയുടെ ആവിഷ്കാരമായിട്ടാണ് കരുതുന്നത്. അപ്പോ പ്രകൃതി സംരക്ഷണം ഏറ്റവും വലിയ ആശയമായിട്ട് അതിൽ അവതരിപ്പിക്കുന്നുണ്ട്. അരണ്യകാണ്ഡത്തിലും അതുപോലെ ഓരോ കാണ്ഡത്തിലും അതിലെ ഈ പറഞ്ഞ രീതിയിൽ വൃക്ഷങ്ങളും പക്ഷികളും എല്ലാം കഥാപാത്രങ്ങളാണ്. എപ്രകാരമാണോ രാമനും ലക്ഷ്മണനും അവതരിക്കുന്നത്, അതുപോലെ ഇവരെല്ലാവരും ഒരു വലിയ സന്ദേശം നമുക്ക് നൽകുന്നു. ഇതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ആരും മറക്കാൻ പാടില്ലാത്തത്, രാമായണത്തിലെ സന്ദേശം രാമൻ മാത്രമല്ല, നമുക്ക് തരുന്നത് രാവണൻ കൂടിയാണ്. ജീവിതത്തിൽ എല്ലാം നേടിയിട്ടും തോറ്റുപോയ ഒരാള് എന്തുകൊണ്ട് തോറ്റുപോയി എന്ന് അറിയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തെ നമുക്ക് മെച്ചപ്പെടുത്താൻ കഴിയുന്നത്. അപ്പോ രാമനേക്കാൾ കൂടുതൽ നമ്മളെ പച്ചയായ ജീവിത യാഥാർത്ഥ്യം മനസ്സിലാക്കി തരുന്നത് രാവണനാണ്. രാവണന്റെ കഥകളിലൂടെ പോകുമ്പോൾ അത് നമുക്ക് മനസ്സിലാവും. ഇതെല്ലാമാണ് പ്രഭാഷണ രൂപത്തിലും രൂപത്തിലും ഒക്കെ ഓരോരുത്തരും അവതരിപ്പിക്കുന്നത്. ഇക്കാരണങ്ങളെ കൊണ്ടാണ് ഈ പരിപാടി വേറിട്ടതാണ് എന്ന് പറയുന്നത്. അതുകൊണ്ട് എല്ലാ വിഭാഗം ജനങ്ങളും, അതിൽ ജാതി മതം ഒന്നും വ്യത്യാസമില്ല, എല്ലാവരും ഈ പരിപാടി കാണണം, വിമർശനത്തോടു കൂടി കാണണം, ഇതിൽ അഭിപ്രായങ്ങൾ പറയണം. കാരണം നാം എന്തു തന്നെ നേടിയാലും നേരത്തെ പറഞ്ഞതുപോലെ ഈ ഭൂമി, ഇവിടെ മനുഷ്യത്വത്തോടു കൂടി നിലനിൽക്കേണ്ടതുണ്ട്. അങ്ങനെ വരുമ്പോൾ ജീവിതത്തിലെ ചില പച്ചത്തുരുത്തുകൾ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള മഹാകാവ്യങ്ങളാണ്. അതിനെ പിൻപറ്റിക്കൊണ്ട് നമുക്ക് ഒത്തുചേരാം. അതില് ജനൻ ടിവിയുടെ പ്രൈം ടൈമായിട്ടുള്ള 6 മണി മുതലാണ് ഈ പരിപാടി. അതുകൊണ്ട് തന്നെ ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇതിന് നേതൃത്വം നൽകുന്ന പാഞ്ചജന്യത്തിന്റെയും അതോടൊപ്പം സഹകരിക്കുന്ന മറ്റെല്ലാവരും അഹോരാത്രം പണിയെടുത്തുകൊണ്ടാണ് ഈ ഒരു രാമായണ സന്ദേശം ജനങ്ങളിൽ എത്തിക്കാൻ പരിശ്രമിക്കുന്നത്. എല്ലാവർക്കും രാമായണ മാസ ആചരണ ആശംസകൾ കൂടി നേർന്ന് നിർത്തുന്നു. നമസ്കാരം. ആദരണീയനായിട്ടുള്ള പ്രൊഫസർ MV നടേശൻ സാറ്, പാഞ്ചജന്യത്തിന്റെ അഭിമാനമായിട്ടുള്ള ആത്മീയ ആചാര്യൻ എന്ന് തന്നെ ഞങ്ങൾ വിശേഷിപ്പിക്കാറുള്ള പാഞ്ചജന്യം വൈസ് ചെയർമാൻ ആയിട്ടുള്ള പ്രൊഫസർ MV നടേശൻ സാറ്, എല്ലാവരെയും ജനൻ ടിവിയുടെ ഈ പ്രോഗ്രാം, പാഞ്ചജന്യം ഭാരതവും ജനൻ ടിവിയും സംഘടിപ്പിക്കുന്ന ഈ ശ്രീരാമസാഗരം ഗ്ലോബൽ ഫെസ്റ്റിവൽ എന്ന പരിപാടി കാണാൻ വിനയപൂർവ്വം ക്ഷണിക്കുകയാണ്. എല്ലാവരും അത് കാണണമെന്നും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കണമെന്നും വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.